ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു പ്രൊഫഷണലായി ഒരു സിക്ക് ലീവ് ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ്. സാധാരണ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ കമ്പനികളിൽ പലപ്പോഴും നമുക്ക് ചില അസുഖങ്ങൾ കാരണം ലീവ് എടുക്കാൻ നമ്മൾ നിർബന്ധിതരാകുമ്പോൾ അയക്കേണ്ട ഒരു ഇമെയിലാണ് സിക്ക് ലീവ് ഇമെയിൽ. പലപ്പോഴും നമ്മൾ പഴയ ട്രഡീഷണൽ ഇമെയിൽ ഫോർമാറ്റുകളാണ് നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ന് ഒരു പ്രൊഫഷണലായി നമുക്കൊരു സിക്ക് ലീവ് ഇമെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ നമുക്ക് ഈ അദ്ദേഹത്തിലൂടെ കാണാം. ഓക്കെ, ആദ്യമായി നമുക്ക് ഇമെയിൽ അയക്കേണ്ട വ്യക്തിയുടെ പേര്, അത് നിങ്ങളുടെ മാനേജറാണെങ്കിൽ മാനേജർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരോ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഐഡ് ലൈക്ക് ടു ഇൻഫോം യു, ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ദാറ്റ് എന്താണ്, ഐ കോൺ മേക്ക് ഇറ്റ് വർക്ക് ടുഡേ, എനിക്കിന്ന് വർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇന്നേക്കുള്ള ഒരു ദിവസത്തിലുള്ള ഇമെയിലാണെന്ന് നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമുള്ള ഡേയ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഡേറ്റ് എന്തായാലും നിർബന്ധമായും മെൻഷൻ ചെയ്യണം. ഞാനിവിടെ ഡേഷ് ഇട്ട ഭാഗത്ത് നിങ്ങൾ ഡേറ്റ് മെൻഷൻ ചെയ്യണം. ഏത് ഡേറ്റാണോ ആ ഡേറ്റ് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, ആസ് ഐ ഹാവ് കം ഡൗൺ വിത്ത് ഡാഷ്. കം ഡൗൺ വിത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഞാൻ അസുഖബാധിതനാണ്. ഏത് കാരണം കൊണ്ട് ഫീവർ, ഹെഡേക്ക്, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് അവിടെ എഴുതാം. അപ്പോൾ ഈ ഡേഷിൻ്റെ ഭാഗത്ത് നിങ്ങൾ ഇഷ്ടമുള്ള അസുഖങ്ങൾ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഐ വിൽ ബി അവൈലബിൾ ടു ആൻസർ ഇമെയിൽ ഇഫ് യു നീഡ് അർജൻറ്റ് ഹെൽപ്പ്. നിങ്ങൾക്ക് വല്ല എമർജൻസി ആയിട്ട് വല്ല ഹെൽപ്പും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇമെയിൽ അയക്കാം. ഞാൻ ഇമെയിൽ ആൻസർ ചെയ്യാം. ഇമെയിലിൽ ഞാൻ അവൈലബിൾ ആയിരിക്കും എന്നാണ് ഇവിടെ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഞാൻ ലീവാണെങ്കിലും ഡാഷ്, അവിടെ നമ്മൾ കൊളീഗ്സിൻ്റെ പേരാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇഷ്ടമുള്ള ആളുടെ പേര് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കൊളീഗ്സ് എന്ന് ജസ്റ്റ് എഴുതിയാൽ മതി. വിൽ ഹാൻഡിൽ മൈ വർക്ക് ലോഡ് ടുഡേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ എൻ്റെ വർക്കുകളെല്ലാം എൻ്റെ കൂട്ടുകാർ ചെയ്യും, അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യും. ടു എൻഷുർ ആ ഡെഡ്ലൈൻ ആർ മെറ്റ്, നമ്മുടെ പ്രൊജക്റ്റ് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ എൻ്റെ ലീവ് തടസ്സമാവുകയില്ല എന്നാണ് അവിടെ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രൊഫഷണലായ ഒരു ഫോർമാറ്റാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയുള്ള ഫോർമാറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെക്കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, മാനേജേഴ്സിനൊക്കെ നമ്മളെക്കുറിച്ചുള്ളൊരു പോസിറ്റീവായൊരു ഇംപ്രഷൻ വർദ്ധിക്കാൻ ഇത് കാരണമാകും. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സീ ബൈ.